Hello dear students, welcome to mathroot. നമ്പർ തിയറിയുടെ 6th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് ഡിറിച്ലെറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് ഡിറിച്ലെറ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ ഇതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതൊരു തിയറമാണ്. തിയറം ഇഫ് എഫ് ആൻഡ് ജി ആർ multiplicative, so is their product f star g. ഓക്കെ, സോ തിയറത്തിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. എഫും ജിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഫങ്ഷൻസ് ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എഫ് സ്റ്റാർ ജി എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. Given f and g are multiplicative. Given f and g are multiplicative. ഓക്കെ, എഫും ജിയും മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്, ഗിവൺ ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? എഫ് സ്റ്റാർ ജി ആയിട്ട് നമ്മൾ എച്ചിനെ ചൂസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് എച്ച് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി. ഓക്കെ, യു ഹാവ് ടു ഷോ ദാറ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് സ്റ്റാർ ജി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്നാണ്. ദാറ്റ് മീൻസ് ഇവിടെ എഫ് സ്റ്റാർ ജി നമ്മൾ എച്ച് ആയിട്ട് ചൂസ് ചെയ്തതുകൊണ്ട് എച്ച് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, സോ വി ഹാവ് ടു ഷോ ദാറ്റ് എച്ച് ഓഫ് എം എൻ ഈക്വൽ ടു എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എൻ ജി സി ഡി ഓഫ് എം എൻ ഈക്വൽ ടു 1. ഓക്കെ, സോ ഇത് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, നൗ ഇനി എച്ച് ഓഫ് എം എൻ എന്തായിരിക്കും? എച്ച് ഓഫ് എം എൻ മീൻസ് ബൈ ഡെഫിനിഷൻ, സോ നമ്മൾ ചൂസ് ചെയ്തത് എച്ചിനെ എഫ് സ്റ്റാർ ജി ആയിട്ടാണ്. എഫ് സ്റ്റാർ ജി ഓഫ് എം എൻ, എഫ് സ്റ്റാർ ജി ഓഫ് എം എൻ. നമ്മൾ ഡിറിച്ലെറ്റ് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം സമ്മേഷൻ ഡി ഡിവൈഡ്സ് എം എൻ എഫ് ഓഫ് ഡി ഇൻറ്റു ജി ഓഫ് എം എൻ ബൈ ഡി. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇതിനെങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഡി ഈക്വൽ ടു എ ബി, എ ഡിവൈഡ്സ് എം, ബി ഡിവൈഡ്സ് എൻ. എഫ് ഓഫ് ഡി എന്താവും? ഇപ്പോൾ എഫ് ഓഫ് എ ബി ആവും. എഫ് ഓഫ് എ ബി ഇൻറ്റു ജി ഓഫ് എം എൻ ബൈ ഡി എന്താവും? എം എൻ ആവും, സോറി എ ബി ആവും. G of mn by ab. Okay, so this is equal to summation a divides m, b divides n, f of a into f of b എന്നതാണ്. f of ab നെ f of a into f of b എന്നതാണ്. റീസൺ എന്താണ്? f മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഓക്കെ, അതുപോലെ g of mn by ab നെ g of m by a into g of n by b എന്നതാണ്. റീസൺ എന്താണ്? g മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. വിത്ത് gcd of ab equal to 1. Okay, gcd of ab equal to 1. This is equal to summation a divides m f of a into, നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്, g of m by a into summation b divides n f of b into g of n by b, g of n by b. Okay, ബൈ ഡെഫിനിഷൻ ഇതാരാണ്? ഇത് എഫ് സ്റ്റാർ ജി ഓഫ് എം ആണ്, ഇത് എഫ് സ്റ്റാർ ജി ഓഫ് എൻ ആണ്. ഓക്കെ, ബൈ ഡെഫിനിഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ഓഫ് എം ഇൻറ്റു എഫ് സ്റ്റാർ ജി ഓഫ് എൻ. ഓക്കെ, ഇനി എഫ് സ്റ്റാർ ജി നമ്മൾ ചൂസ് ചെയ്തത് എച്ച് ആയിട്ടാണ്. സോ എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എൻ എന്ന് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, സോ
നമുക്ക് എന്ത് കിട്ടി? എച്ച് ഓഫ് എം എൻ ഈക്വൽ ടു എച്ച് ഓഫ് എമ്മിൻ്റെ എച്ച് ഓഫ് എൻ എന്ന് നമുക്ക് കിട്ടി. ഇംപ്ലൈസ് വി ക്യാൻ സേ ദാറ്റ് എച്ച് ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ്. ദാറ്റ് മീൻസ് എഫ് സ്റ്റാർ ജി ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ്. ഓക്കെ. ഓക്കെ. സോ എഫ് സ്റ്റാർ ജി ഈസ് മൾട്ടിപ്ലിക്കേറ്റീവ്. സോ എഫും ജിയും മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് സ്റ്റാർ ജി എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഒരു നോട്ടാണ്. ദി ഡിറിച്ലെറ്റ് പ്രോഡക്റ്റ് ഓഫ് ടു completely multiplicative functions need not be completely multiplicative. Okay. Completely multiplicative. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, രണ്ട് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഫങ്ഷൻസിൻ്റെ ഡിറിച്ലെറ്റ് പ്രോഡക്റ്റ് അതെന്താണെന്നില്ല, നീഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ്. ഓക്കെ. അതായത് രണ്ട് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവിൻ്റെ ഡിറിച്ലെറ്റ് പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്ന് നിർബന്ധമില്ല. ഓക്കെ. സോ ഇതിന് നമുക്ക് ജസ്റ്റ് ഒരു കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് കാണിച്ചാൽ നമുക്ക് പ്രൂഫ് കംപ്ലീറ്റ് ആവും. ഇതിൻ്റെ ഒരു കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് കാണിക്കാം. എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ലെറ്റ് എഫ് ഓഫ് എൻ ആയിട്ട് എൻ സ്ക്വയർ എടുക്കുക. ഓക്കെ. ലെറ്റ് എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ സ്ക്വയർ. ഓക്കെ. ഒരു ഫംഗ്ഷനായിട്ട് എൻ സ്ക്വയർ ചൂസ് ചെയ്യുക. ഇനി മറ്റൊരു ഫംഗ്ഷൻ എൻ ഓഫ് എൻ ആയിട്ട് ആരെ ചൂസ് ചെയ്യുക? എന്നിനെ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ. ഇത് രണ്ടും നമുക്കറിയാം കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ഫങ്ഷൻസ് ആണ്. ഓക്കെ. എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ആൻഡ് ചേർക്കാം. ഓക്കെ. എഫ് ഓഫ് എൻ ഈക്വൽ എൻ സ്ക്വയർ ആൻഡ് എൻ ഓഫ് എൻ ഈക്വൽ എൻ ആർ കംപ്ലീറ്റ്ലി multiplicative functions. Okay. Multiplicative functions. Completely multiplicative functions. Okay. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡിറിച്ലെറ്റ് പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. എന്ത് ചെയ്യുക? ജസ്റ്റ് ലെറ്റ് എം ഈക്വൽ ടു 2 എന്ന് ചൂസ് ചെയ്യുക. ആൻഡ് n equal to 4. ഓക്കെ. നമ്മളെന്ത് ചൂസ് ചെയ്യുക? ലെറ്റ് h equal to f star n എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? എഫ് എന്തല്ല കംപ്ലീറ്റ്ലി എച്ച് എന്തല്ല കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. നമ്മുടെ ഡിറിച്ലെറ്റ് പ്രോഡക്റ്റ് എഫിൻ്റെയും എൻ്റെയും ഡിറിച്ലെറ്റ് പ്രോഡക്റ്റ് എഫ് സ്റ്റാർ n, അതായത് എച്ച് എന്തല്ല കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? എച്ച് ഓഫ് എം എൻ ഈക്വൽ ടു എന്താണെന്ന് ഫൈൻഡ് ചെയ്യുക. എച്ച് ഓഫ് എം എൻ എന്തായിരിക്കും? എച്ച് ഓഫ് 2 × 4. എം 2ഉം എൻ 4ഉം ആണ്. സോ എച്ച് ഓഫ് 8. എച്ച് ഓഫ് 8 എന്ന് പറയുമ്പോൾ എഫ് സ്റ്റാർ എൻ ഓഫ് 8. ഓക്കെ. കാരണം എന്താ? എച്ച് എഫ് സ്റ്റാർ എൻ ആണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ ബൈ ഡെഫിനിഷൻ സമ്മേഷൻ ഡി ഡിവൈഡ്സ് എന്ന് പറയുമ്പോൾ 8 ആണ്. എഫ് ഓഫ് ഡി ഇൻറ്റു എൻ ഓഫ് എൻ ബൈ ഡി എന്ന് പറയുമ്പോൾ 8/d. ഓക്കെ. സോ 8ൻ്റെ ഡിവൈസസ് ഒക്കെയാണ് 1, 2, 4, 8. ഓക്കെ. 4 ഡിവൈസസ് ആണുള്ളത്. സോ ഓരോന്നിനും കൊടുക്കുക. എഫ് ഓഫ് 1 ഇൻറ്റു എൻ ഓഫ് 8/1 പ്ലസ് അടുത്തത് എഫ് ഓഫ് 2 ഇൻറ്റു എൻ ഓഫ് 8/2 പ്ലസ് അടുത്ത എഫ് ഓഫ് 4 ഇൻറ്റു എൻ ഓഫ് 8/4 പ്ലസ് എഫ് ഓഫ് അടുത്തത് 8 ഇൻറ്റു എൻ ഓഫ് 8/8. Okay. So this is equal to f of 1 into n of 8 plus f of 2 into n of 4 plus f of 4 into n of 2 plus f of 8 into n of 1. Okay. So
സോ ദിസ് ഈസ് ഈക്വൽ ടു ഇനി എഫ് ഓഫ് എൻ എൻ സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് ഏത് നമ്പറാണോ അതിൻ്റെ സ്ക്വയർ വരും. അതേപോലെ എൻ ഓഫ് എൻ 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 ആയിരിക്കും. ഓക്കെ. സോ എഫ് ഓഫ് വൺ എന്ന് ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് വണ്ണ് 1 സ്ക്വയർ, ദാറ്റ് മീൻസ് 1 ഇൻറ്റു എൻ ഓഫ് 8 എന്തായിരിക്കും 8 പ്ലസ് ഇനി എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എൻ ഓഫ് 4 എന്ന് പറയുമ്പോൾ 4 പ്ലസ് എഫ് ഓഫ് 4 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു എൻ ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 തന്നെയാണ് പ്ലസ് എഫ് ഓഫ് 8 എന്ന് പറയുമ്പോൾ 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ഇൻറ്റു എൻ ഓഫ് 1 എന്ന് പറയുമ്പോൾ 1. ഓക്കെ. ഇതിൻ്റെ സമ്മ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 8 പ്ലസ് 16 പ്ലസ് 32 പ്ലസ് 64. ദിസ് ഈസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. ഓക്കെ. നമുക്ക് എഫ് ഓഫ് എം എൻ കിട്ടിയത് എച്ച് ഓഫ് എം എൻ കിട്ടിയത് 120 ആണ്. ഇനി എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എന്നും എന്തായിരിക്കണം? 120 ആയാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെ കിട്ടരുത്. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. നമുക്ക് ഒരു കൗണ്ടർ എക്സാമ്പിളാണ് വേണ്ടത്. സോ എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എൻ എന്തിന് ഈക്വൽ ആവരുത്? 120ക്ക് ഈക്വൽ ആവരുത്. സോ നമുക്ക് എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എൻ ഒന്ന് ഫൈൻഡ് ചെയ്യാം. എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എൻ എന്തായിരിക്കും നോക്കാം. സോ എഫ് സ്റ്റാർ എൻ ആണ്. സ്റ്റാർ എൻ ഓഫ് എം ഇൻറ്റു എഫ് സ്റ്റാർ എൻ ഓഫ് എൻ. ഓക്കെ. ദിസ് ഈസ് ഈക്വൽ ടു എഫ് സ്റ്റാർ എൻ ഓഫ് 2 ഇൻറ്റു എഫ് സ്റ്റാർ എൻ ഓഫ് 4. ഓക്കെ. So this is equal to summation d divides 2 f of d into n of 2 by d into summation d divides 4 f of d into n of 4 by d. Okay. So നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യാം. സോ എഫ് ഓഫ് 2ൻ്റെ ഡിവൈസസ് 1 2 ആണ്. സോ എഫ് ഓഫ് 1 ഇൻറ്റു എൻ ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 2 ഇൻറ്റു n of 1. Okay. This is into പിന്നെ 4 ഡിവൈസസ് 1 2 4 ആണ്. സോ എഫ് ഓഫ് 1 ഇൻറ്റു n of 4 പ്ലസ് എഫ് ഓഫ് 2 ഇൻറ്റു n of 2 പ്ലസ് എഫ് ഓഫ് 4 ഇൻറ്റു n of 1. ഓക്കെ. എഫ് ഓഫ് 4 ഇൻറ്റു n of 1. അപ്പോൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓരോന്നും ഫൈൻഡ് ചെയ്തിട്ട് സോ 1 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 1 പ്ലസ് ഇൻറ്റു ആണ് നമ്മൾ ഇൻറ്റു 1 ഇൻറ്റു 4 പ്ലസ് 4 ഇൻറ്റു 2 പ്ലസ് 16 ഇൻറ്റു 1. ഓക്കെ. നമ്മൾ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 പ്ലസ് 4 ഇൻറ്റു 4 പ്ലസ് 8 പ്ലസ് 16 ആഡ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 28 എന്ന് വരും. 28 ഇൻറ്റു 6 168 ആണ്. ഓക്കെ. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു 120. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാം? ദെയർഫോർ എച്ച് ഓഫ് എം എൻ നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എൻ. ഓക്കെ. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? എച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ്. ഓക്കെ. എച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി multiplicative. Okay. This is the proof. Next theorem. Statement നോക്കാം. If both G and F star G are multiplicative, then F is multiplicative. Okay. സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഐഡിയ എന്താണ്? ജിയും എഫ് സ്റ്റാർ ജിയും മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആയിരിക്കും. ഓക്കെ. നമുക്കിതിൻ്റെ പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ് we shall assume that
F is not multiplicative. Is not multiplicative and deduce that f star g is also not multiplicative. Okay. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജിയും എഫ് സ്റ്റാർ ജിയും മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്നാണ്. ഓക്കെ. സോ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രാ പോസിറ്റീവാണ്. അതായത് ഇഫ് എഫ് ഈസ് നോട്ട് മൾട്ടിപ്ലിക്കേറ്റീവ്, ഓക്കെ, എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് സ്റ്റാർ ജി മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എന്ന് പറയാൻ പറ്റും. അത് എന്തിന് ഈക്വലൻ്റ് ആണ്? ഇതാ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വലൻ്റ് ആണ്. ഓക്കെ. സോ നമ്മൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്യും? എഫ് സ്റ്റാർ ജി മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ. let h equal to f star g. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക? എഫ് സ്റ്റാർ ജിയെ ജസ്റ്റ് എച്ചിനെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എഫ് സ്റ്റാർ ജി ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ. എച്ച് ഈക്വൽ എഫ് സ്റ്റാർ ജി. ഇനി നമ്മളെന്ത് അസ്യൂം ചെയ്തിട്ടുണ്ട്? എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ. സിൻസ് എഫ് ഈസ് നോട്ട് multiplicative, there exists positive integers m and n with GCD of mn equal to 1 such that f of mn not equal to f of m into f of n. ഓക്കെ. എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എന്ന് പറഞ്ഞ മീനിങ് എന്താ? എഫ് മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എന്ന് പറഞ്ഞ മീനിങ് വളരെ സിമ്പിളാണ്. ബൈ ഡെഫിനിഷൻ ജി സി ഡി ഓഫ് എമ്മിന് 1 ആവുന്ന രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും എക്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? എഫ് ഓഫ് എം എൻ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ ബിക്കോസ് എഫ് ഈസ് നോട്ട് മൾട്ടിപ്ലിക്കേറ്റീവ്. ഓക്കെ. We choose such a pair m and n. We choose such a pair m and n for which the product mn is as small as possible. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക? എമ്മും എന്നും അങ്ങനത്തെ പേഴ്സ്, അതായത് ജി സി ഡി എഫ് എം എൻ 1 ആവുന്ന എഫ് ഓഫ് എം എൻ നോട്ട് ഈക്വൽ എഫ് ഓഫ് എം ഇൻ എഫ് ഓഫ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻറ്റിജേഴ്സിന് നമ്മൾ ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യുക? അതിൻ്റെ പ്രൊഡക്റ്റ് എം ഇൻറ്റു എൻ വളരെ സ്മോൾ ആവുന്ന രീതിയിലുള്ള നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എം എന്നും 1 ആയിട്ട് ചൂസ് ചെയ്യാം. സോ ജി സി ഡി ഓഫ് 1 എന്താണ്? 1 ആയിരിക്കും. അപ്പോൾ എം എന്നിൻ്റെ പ്രോഡക്റ്റ് അതായത് 1 ഇൻറ്റു 1 എന്തായിരിക്കും? 1 ആയിരിക്കും. സോ അത്തരത്തിലുള്ള സ്മോൾ ആയിട്ടുള്ള മാക്സിമം എം എന്നിൻ്റെ പ്രോഡക്റ്റ് സ്മോൾ ആയിട്ടുള്ള രീതിയിലുള്ള പെയർ ഓഫ് ഇൻറ്റിജേഴ്സ് എം എന്ന് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ. സോ എം എന്ന് 1 ആവുന്ന കേസ് ഉണ്ടാവുമല്ലോ. ഇഫ് അതായത് പ്രൊഡക്റ്റ് 1 ആവുന്ന കേസ് ഉണ്ടാവും. ഇഫ് എം എൻ ഈക്വൽ ടു 1 ആ കേസ് നമുക്ക് നോക്കാം. ദെൻ എഫ് ഓഫ് എം എൻ എന്തായിരിക്കും? എഫ് ഓഫ് എം എന്ന് പറയുമ്പോൾ എം എൻ 1 ആയതുകൊണ്ട് എഫ് ഓഫ് 1 നോട്ട് ഈക്വൽ ടു, ഇനി എമ്മിനും എന്നിനും നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. സോ എഫ് ഓഫ് എം എൻ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എം ഇൻ എഫ് ഓഫ് എൻ ആണ്. സോ എഫ് ഓഫ് 1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 1 ഇൻറ്റു എഫ് ഓഫ് 1. ഓക്കെ. എഫ് ഓഫ് 1 നോട്ട് ഈക്വൽ എഫ് ഓഫ് 1 ഇൻറ്റു എഫ് ഓഫ് 1 മീൻസ് എന്താണ്? ഇനി എഫ് ഓഫ് 1 നോൺ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് സൈഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് 1നെ അല്ലെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇംപ്രൈസ് എഫ് ഓഫ് 1 നോട്ട് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ എന്തല്ല? 1 അല്ല എന്ന് കിട്ടി. ഓക്കെ.
സിൻസ് നമ്മൾ എച്ചിനെ ചൂസ് ചെയ്തത് എഫ് സ്റ്റാർ ജി ആണ്. സിൻസ് എച്ച് ഓഫ് 1 എന്തായിരിക്കും? എച്ച് മീൻസ് എസ് സ്റ്റാർ ജി. എസ് സ്റ്റാർ ജി ഓഫ് 1 എന്തായിരിക്കും? ബൈ ഡെഫിനിഷൻ summation d divides 1 f of d into g of 1 by d. Okay. This is equal to, so 1 in a divisor 1 മാത്രമേ ഉള്ളൂ. So f of 1 into g of 1. ഇനി നമുക്കറിയാം എഫ് ഓഫ് 1 നോട്ട് ഈക്വൽ ടു 1 ആണ്. സോ ഇവിടുത്തെ എഫ് ഓഫ് 1 എന്തല്ല? 1 അല്ല. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1 ഇൻറ്റു, അതേപോലെ നമ്മൾ ജി ഓഫ് 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അതിന് റീസൺ ഉണ്ട്. അതുപോലെ നമുക്ക് എന്താ പറയാം? ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 1 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 1. ഓക്കെ. നമുക്കിവിടെ ഇംപ്ലൈസ് കൊടുക്കാം. ഓക്കെ, എഫ് ഓഫ് 1ൻ്റെ വാല്യൂ നമുക്ക് നോട്ട് ഈക്വൽ ടു 1 നമുക്ക് അറിയാം. എഫ് ഓഫ് 1ൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 1 ആണ് നമുക്കറിയാം. അതാണ് നമ്മളിവിടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയത്. ഓക്കെ. ഇനി ഇവിടെ ജി ഓഫ് 1ൻ്റെ വാല്യൂ എങ്ങനെ 1 ആയി നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം അസ്യൂം ചെയ്തിട്ടുണ്ട് ജി ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ ആദ്യം എന്താ അസ്യൂം ചെയ്തിട്ടുണ്ട്? ജി ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ജി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നമ്മൾ പ്രീവിയസ് ആയിട്ട് ലെക്ചറിൽ ഡിസ്കസ് ചെയ്ത തിയറാണ്. സിൻസ് ജി ഈസ് multiplicative implies g of 1 equal to 1. Okay, g multiplicative ആണെങ്കിൽ g of 1 എന്തായിരിക്കും? 1 ആയിരിക്കും. സോ f of 1 നോട്ട് ഈക്വൽ 1 എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? h of 1 എന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് f of 1 കിട്ടി. f of 1 എന്തിന് ഈക്വൽ അല്ല? 1ന് ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് h of 1 നോട്ട് ഈക്വൽ ടു 1. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം. ഒരു ഫംഗ്ഷൻ, ഈ ഒരു തിയറത്തിൻ്റെ കോൺവേഴ്സ് നമുക്കറിയാം. കോൺവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഫംഗ്ഷൻ്റെ 1ലെ വാല്യൂ 1 അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എന്ന് പറയാം. സോ എച്ച് ഓഫ് 1ൻ്റെ വാല്യൂ 1 അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എച്ച് ഈസ് നോട്ട് മൾട്ടിപ്ലിക്കേറ്റീവ്. ഓക്കെ, ഇംപ്ലൈസ് എച്ച് ഈസ് നോട്ട് മൾട്ടിപ്ലിക്കേറ്റീവ്. ഓക്കെ. സോ എം എന്നിൻ്റെ വാല്യൂ, അതായത് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 1 ആവുന്ന കേസ് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഇഫ് എം എൻ ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തത് എം എന്നിൻ്റെ വാല്യൂ 1 ആവുന്ന കേസിൽ നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, അവിടെ കേസിൽ നമുക്ക് എന്ത് കിട്ടി? ഫംഗ്ഷൻ എന്തല്ല? എച്ച് മൾട്ടിപ്ലിക്കേറ്റീവ് അല്ല എന്ന് കിട്ടി. അതേപോലെ എം എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിൽ നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, then we have f of ab എന്തായിരിക്കും? f of a into f of b for every positive integer a and b with gcd of ab equal to 1 and product of ab less than mn. ഓക്കെ, നമ്മളെന്ത് ചൂസ് ചെയ്യാം? എം എന്നിൻ്റെ വാല്യൂ. ഓക്കെ, നമ്മൾ രണ്ട് നമ്പേഴ്സ് എയും ബിയും ചൂസ് ചെയ്യുക വിത്ത് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1. ഓക്കെ, അതുപോലെ എ ബിൻ്റെ പ്രൊഡക്റ്റ് എം എന്നിൻ്റെ പ്രൊഡക്റ്റിനേക്കാൾ ചെറുതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എ ബി ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി. ഓക്കെ, നൗ വി ആർഗ്യൂ ദാറ്റ് in the sum defining the sum defining h of mn, we separate the term corresponding to a equal to m, b equal to n.
we then have okay നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എച്ച് ഓഫ് എം എന്നിനെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് മീൻസ് സമ്മ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എച്ച് മീൻസ് എഫ് സ്റ്റാർ ജി ആണ്, എച്ച് ഓഫ് എം എൻ മീൻസ് എഫ് സ്റ്റാർ ജി ഓഫ് എം എൻ. അതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം, സമ്മേഷൻ ഡി ഡിവൈഡ്സ് എം എൻ എന്താണ് എഫ് ഓഫ് ഡി ഇൻറ്റു ജി ഓഫ് എം എൻ ബൈ ഡി എന്ന് വരും. ഓക്കെ, ആ സമ്മിൽ നമ്മൾ എ ഈക്വൽ ടു എമ്മും ബി ഈക്വൽ ടു എന്നും ആവുന്ന കേസിൽ നമ്മൾ ആ സമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, so we have h of mn, that means f star g of mn. This is equal to summation d divides mn f of d into g of mn by d. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ആ സമ്മിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. സമ്മേഷൻ d ഈക്വൽ ടു എ ബി ലെസ് ദാൻ എം എൻ ആവുന്ന കേസിൽ ഒരു സമ്മിനെ നമ്മൾ എഴുതുന്നു, പ്ലസ് എ ബി ഈക്വൽ ടു എം ആവുന്ന കേസിൽ ഒരു സമ്മിനെ നമ്മൾ മാറ്റി എഴുതുന്നുണ്ട്. ഓക്കെ, ഇവിടെ എ ഡിവൈഡ്സ് എം, ബി ഡിവൈഡ്സ് എൻ ആണ്. ഓക്കെ, ഈ കേസിലെ സമ്മ് എഫ് ഓഫ് എ ബി ഇൻറ്റു ഓക്കെ ജി ഓഫ് എം എൻ ബൈ എ ബി പ്ലസ് ഇനി എ ഈക്വൽ ടു എമ്മും ബി ഈക്വൽ ടു എൻ ആവുന്ന കേസിൽ ആ സമ്മ് എഫ് ഓഫ് എ ബിൻ്റെ സ്ഥലത്ത് എഫ് ഓഫ് എം എൻ വരും. കാരണം എ ഈക്വൽ ടു എം ആണ്, ബി ഈക്വൽ ടു എൻ ആണ്, ഇൻറ്റു പിന്നെ ജി ഓഫ് അവിടെ എം എൻ ബൈ ഇവിടെ എം എൻ ബൈ താഴെ എ ബി വരും, എം എൻ ബൈ എം എൻ എന്ന് വരും. കാരണം എന്താണ്, എ ബിൻ്റെ വാല്യൂ എം എൻ ആയിരിക്കും. സോ ജി ഓഫ് എം എൻ ബൈ എം എൻ എന്ന് പറയുമ്പോൾ ജി ഓഫ് 1 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എ ഡിവൈഡ്സ് എം എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി ഇൻറ്റു summation b divides n g of m by a into g of n by b g of n by b plus f of mn into g of 1. Okay, നെക്സ്റ്റ് നമ്മൾ ഈ സമ്മിനൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം, equal to summation a divides m f of a into g of mn by a, mn by a into summation b divides n, summation b divides n f of b into g of n by b minus f of m into g of 1 into എഫ് ഓഫ് എൻ ഇൻറ്റു ജി ഓഫ് 1. ഓക്കെ, ഇങ്ങനെ മാറ്റി എഴുതി. പ്ലസ് ബാക്കി ആരുണ്ട്, എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എം എൻ ഇൻറ്റു ജി ഓഫ് 1, എഫ് ഓഫ് എം എൻ ഇൻറ്റു ജി ഓഫ് 1. ഓക്കെ, ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ജി ഓഫ് 1ൻ്റെ ഒക്കെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ സമ്മേഷൻ എ ഡിവൈഡ്സ് എം എഫ് ഓഫ് എ ഇൻറ്റു ജി ഓഫ് എം ബൈ എ into summation b divides n f of b into g of n by b minus ഇനി f of m into g of 1 ഉണ്ട്, അത് 1 ആയിരിക്കും. ഇനി f of n into g of 1 ഉണ്ട്, അത് 1 ആയിരിക്കും. സോ f of n മൈനസ് പ്ലസ് f of m n into g of 1 ഉണ്ട്, ആ g of 1ൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ f of m n. ഓക്കെ, റീസൺ സിൻസ് g of 1 equal to 1. ഓക്കെ, റീസൺ എന്താണ്, ജി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഇത് ആരുടെ ഡെഫിനിഷനാണ്, എച്ച് ഓഫ് എമ്മിൻ്റെ, ഇത് എച്ച് ഓഫ് എന്നിൻ്റെ. ഓക്കെ, അത് നമ്മൾ കൊടുക്കാം, അവിടെ കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എൻ മൈനസ് ബാക്കി ആരുണ്ട്, എഫ് ഓഫ് എം ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് പ്ലസ് എഫ് ഓഫ് എം എൻ. ഓക്കെ, നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ എച്ച് ഓഫ് എം എൻ എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എച്ച് ഓഫ് എം എൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു ടേമാണ് കിട്ടിയത്. സോ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് എന്താണ്, എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എന്നിനെ എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എൻ എന്ന്
എച്ച് ഓഫ് എം എൻ നമുക്ക് എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എൻ എന്ന് മാത്രം മാറ്റി എഴുതാൻ പറ്റിയാൽ മതി. പക്ഷേ അവിടെ എന്തുണ്ട്, കുറച്ച് ടേംസ് എക്സ്ട്രാ ഉണ്ട്. സോ എന്തിന് ഈക്വൽ അല്ല, എച്ച് ഓഫ് എം എൻ എന്തിന് ഈക്വൽ അല്ല, എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എന്നിന് ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് എച്ച് ഓഫ് എം എൻ നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് എം ഇൻറ്റു എച്ച് ഓഫ് എൻ. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് h equal to f star g, h equal to f star g is not multiplicative. Is not multiplicative. Okay, ഇതാണ് പ്രൂഫ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് തിയറം. If g is multiplicative, so is g inverse, comma, its Dirichlet inverse. ഓക്കെ, തിയറത്തിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. ജി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ ജിയുടെ ഡ്രിഷ്ലെറ്റ് ഇൻവേഴ്സ് ആയിട്ടുള്ള ജി ഇൻവേഴ്സ് എന്തായിരിക്കും, അതും മൾട്ടിപ്ലിക്കേറ്റീവ് ആയിരിക്കും എന്നാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഐഡിയ. ഓക്കെ, നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ളൊരു തിയറം വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പ്രൂഫ് ഡിസ്കസ് ചെയ്യാം. ഫ്രം ദി എബോവ് തിയറം, if g and f star g are multiplicative, implies f is multiplicative. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ് ഇയർ എന്താണ്, ഇപ്പോൾ ജിയും എഫ് സ്റ്റാർ ജിയും മൾട്ടിപ്ലിക്കേറ്റീവ് ആണെങ്കിൽ എഫ് എന്തായിരിക്കും, മൾട്ടിപ്ലിക്കേറ്റീവ് ആയിരിക്കും. നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ളൊരു തിയർ ഉണ്ട്. ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, therefore g and g star g inverse, okay, equal to I is multiplicative. It's multiplicative implies g inverse is multiplicative. ഓക്കെ, നമുക്കെന്ത് പറയാം, ഇവിടെ ജിയും ജി സ്റ്റാർ ജി ഇൻവേഴ്സ്, അതായത് ജി സ്റ്റാർ ജി ഇൻവേഴ്സ് മീൻസ് ഐ ആണ്. ഓക്കെ, സോ ജിയും ജി സ്റ്റാർ ജി ഇൻവേഴ്സ് അതായത് ഐ, അതും മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഓക്കെ, നമ്മൾ ചെയ്തത് ഐന് നമ്മൾ എന്തായിട്ട് മാറ്റി എഴുതി, ജി സ്റ്റാർ ജി ഇൻവേഴ്സ് എന്ന് മാറ്റി എഴുതി. ഓക്കെ, സോ ഐ മൾട്ടിപ്ലിക്കേറ്റീവ് ആണല്ലോ, ഐ ആർക്ക് ഈക്വൽ ആണ്, ജി സ്റ്റാർ ജി ഇൻവേഴ്സിന് ഈക്വൽ ആണ്. സോ ജി ഓൾറെഡി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്, നമ്മൾ അസംഷനാണ്. അതേപോലെ ഐ അതായത് ജി സ്റ്റാർ ജി ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ബൈ പ്രീവിയസ് തിയറം ജി ഇൻവേഴ്സ് എന്തായിരിക്കും, മൾട്ടിപ്ലിക്കേറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് പ്രൂഫ് ഉള്ളത്.